ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ നല്ല ഡ്രസ്സുകൾ ചെറിയ ഓട്ടകൾ വീണിട്ടോ അല്ലെങ്കിൽ കീറൽ കൊളുത്തി വലിഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ഡാമേജസ് വരാമല്ലോ. അപ്പോൾ ഈ ഡാമേജസ് എങ്ങനെയാണെന്ന് കറക്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനുള്ളൊരു 3 മെത്തേഡ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സെയിം തുണി തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഈ സെയിം തുണി നമുക്കിപ്പോൾ ഡ്രസ്സിൻ്റെ ഇതേപോലെ തയ്യൽ തുമ്പിൻ്റെ എക്സ്ട്രാ ഉള്ള ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഭാഗത്തു നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വലിയ പീസൊന്നും കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹോള് വീണത് അല്ലെങ്കിൽ ഡാമേജ് വന്നത് എത്ര പോർഷനാണോ കറക്റ്റ് അത്രയും പോർഷൻ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വലുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിതിൽ 2 ഹോൾസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും വലിപ്പം ആവശ്യമില്ല നമുക്ക്, ഇത് വളരെ ചെറിയ ഹോളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സൈസിലുള്ളത് തന്നെ കട്ട് ചെയ്താൽ മതി. എന്നാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതായതുകൊണ്ട് ഞാനിത് മുമ്പൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചിട്ട് ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആദ്യം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തത്. നമ്മൾ ആ കറക്റ്റ് ഹോളിൻ്റെ സൈസിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്താന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും അറിയാത്ത രീതിയിൽ തന്നെ ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ കുറച്ച് വലുതായിട്ട് തന്നെയാണ് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ ഒരു കളറ് വന്നിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് ഓട്ടയാവണതാണ്. ഡ്രസ്സ് ഇങ്ങനെ ഇരുന്നിട്ട് ഡാമേജ് വരില്ലേ, അങ്ങനെ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓട്ട ഒന്നും കൂടി കറക്റ്റ് വലുതാക്കി കൊടുക്കുക മീൻസ് ആ കളറുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുക. ഞാനപ്പോൾ അത് അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാനൊരു പീസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഒരു കളറ് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കളറൊക്കെ ഉണ്ടെങ്കിൽ ആ കളറും കൂടി ഒന്ന് കട്ട് ചെയ്ത്, ഇപ്പോൾ ആ ഒരു ചെറിയ റൗണ്ട് എന്നുള്ളത് കുറച്ചും കൂടി വലിപ്പം വരുന്നുള്ളൂ. വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിപ്പമൊന്നും വരില്ല. ആ ഒരു കളറുള്ള ഭാഗം മാത്രം നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് റൗണ്ടായിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റണമെന്നൊന്നുമില്ല. സ്ക്വയറായിട്ടായാലും കുഴപ്പമൊന്നുമില്ല, എന്ത് ഷേപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അല്ലാതെ കറക്റ്റ് റൗണ്ട് തന്നെ വരണമെന്നൊന്നുമില്ല. ഷേപ്പ് ഏതായാലും നമ്മൾ ആ സെയിം ഷേപ്പിൽ തന്നെ ഉള്ള ഒരു പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് വലിയൊരു പീസാണ് കട്ട് ചെയ്തെടുത്തത്. കറക്റ്റ് നമുക്ക് ആ ഹോൾ എത്രയാണോ ആ ഒരു ഹോളിലേക്കുള്ള സൈസ് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ നമ്മൾ കടയിൽ ഡ്രസ്സ് വാങ്ങിക്കുന്ന പോളിത്തീൻ കവേഴ്സ് ഉണ്ടാവുമല്ലോ, ആ പോളിത്തീൻ കവർ എടുക്കുക. അപ്പോൾ ആ പോളിത്തീൻ കവറും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പോളിത്തീൻ കവർ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ തുണി കട്ട് ചെയ്തെടുത്തില്ലേ, അതിൻ്റെ ഔട്ടർ ബോർഡർ എക്സ്ട്രാ നിർത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്യണത് കൊണ്ട് ഇത്ര വലിയ പീസിൽ ചെയ്ത് നോക്കിയത്, മീൻസ് ഇനി സക്സസ് ആയില്ല എന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വലിയ പീസിൽ ചെയ്തതാണ്. പക്ഷേ എനിക്ക് സക്സസ് ആയി കിട്ടി കേട്ടോ. അപ്പോൾ എനിക്ക് വന്ന മിസ്റ്റേക്കുകൾ ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നെന്നുള്ളൂ. കാരണം നിങ്ങളിത് കണ്ടിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ രീതിയിൽ വലിയ പീസാക്കി എടുക്കണ്ട എന്നുള്ളതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറയുന്നെന്നുള്ളൂ. നമ്മൾ ആ കറക്റ്റ് ആ ഹോളിൻ്റെ സൈസിൽ തന്നെ നമ്മൾ തുണി കട്ട് ചെയ്തെടുത്താൽ മതി. പോളിത്തീൻ കവർ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ സൈഡിലേക്ക് ബോർഡർ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, ഈ രീതിയിൽ ഒരു എക്സ്ട്രാ നിർത്തിയിട്ട് കട്ട് ചെയ്തെടുക്കണം. കാരണം നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പോളിത്തീൻ കവർ ഉരുകിയിട്ടാണ് നമ്മുടെ ഡ്രസ്സിൽ ഈ തുണി അവിടെ കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു എക്സ്ട്രാ ഇത് വെച്ചത്. അപ്പോൾ ഈ ഇങ്ങനെ പോളിത്തീൻ കവറിന് പകരം നമുക്ക് ഈ ഫ്യൂസിങ് ടേപ്പ് കിട്ടും. അപ്പോൾ അതാണ് ഞാൻ സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഫ്യൂസിങ് ടേപ്പ് തയ്യൽക്കാരുടെ അടുത്തൊക്കെ ഉണ്ടാവും, പക്ഷെ എല്ലാവരുടെ അടുത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുന്നാതെ തന്നെ വക്കൊക്കെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ഞാൻ അതിൻ്റെ ഇമേജ് ഇതിൽ കൊടുക്കാം. എൻ്റെ അടുത്ത് ആ ഒരു ഐറ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പോളിത്തീൻ കവർ വെച്ചിട്ടുള്ള ഇത് തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വെക്കാനുള്ള ഭാഗത്ത് താഴത്തായിട്ടൊരു പേപ്പർ വെച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഒരു ക്ലോത്തിൽ എന്തെങ്കിലും വെച്ച് അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോളിത്തീൻ കവർ ആ ക്ലോത്തിലേക്ക് ഉരുകി പിടിച്ച് കൊടുക്കും. അപ്പോൾ പിന്നെ നമ്മുടെ നല്ല ഡ്രസ്സും ആ നമ്മൾ തേക്കാൻ ഉപയോഗിച്ചിട്ടുള്ള മാറ്റ് ഉണ്ടാവുമല്ലോ, അതും കൂടി ഒട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ താഴെ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത ചെറിയ പീസ് ഉണ്ടല്ലോ, ആ പീസ് ഏത് നമ്മൾ പോളിത്തീൻ കവർ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത പീസ് ഉണ്ടല്ലോ, അത് ഇതേപോലെ ഈ ഹോളിൻ്റെ താഴെ വെച്ച് കൊടുക്കുക.
കറക്റ്റ് ആ പൊസിഷനിൽ വരണം ഇതിൽ. ഇപ്പോൾ കണ്ടോ, ഞാൻ ആ വലിയ തുണിയായിട്ട് കട്ട് ചെയ്തെടുത്തത് കൊണ്ടാണ് ആ സൈഡ് ബോർഡർ കണ്ട റൗണ്ട് ഇത്തിരി കൂടി ഡാർക്കായിട്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ. അത് ഞാൻ ആ സൈസ് ആ ഹോളിനേക്കാളും ബിഗർ സൈസിൽ തുണി കട്ട് ചെയ്തെടുത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് സൈസിൽ തന്നെ ചെയ്താൽ മതി. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി വലുതാക്കി കട്ട് ചെയ്തെടുത്തതന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാണ്, ഞാൻ ആ ഒരു കളറ് കാണുന്നത് കണ്ടോ, ആ കളറ് കൂടി കട്ട് ചെയ്ത് ആ സൈസ് ആ ഹോളിൻ്റെ സൈസ് കുറച്ചും കൂടി വലുതാക്കി കൊടുക്കാമായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ വരും എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ ഭാഗം ഒന്ന് കട്ട് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ ഇനി ഹോള് വലുതാക്കണ്ടല്ലോ, ഇനി ഒരു റിസ്ക്കായി പോവുമോ എന്നുള്ള രീതിയിൽ അത് കട്ട് ചെയ്ത് വലുതാക്കാതിരുന്നതാണ്. പക്ഷെ അത് മണ്ടത്തരായിപ്പോയി. അതും കൂടി കട്ട് ചെയ്തിരുന്നെങ്കിൽ നല്ല കറക്റ്റ് ഫിനിഷിങ്ങിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ ഇതേപോലെ ഇതിൻ്റെ മുകളിൽ പേപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. പെട്ടിയൊന്നും എടുക്കൊന്ന് അനക്കിയും കൊടുക്കാം കേട്ടോ, ഒരേ പൊസിഷനിലിരുന്നിട്ട്. അപ്പോൾ നമ്മൾക്ക് ഈ അയൺ ബോക്സ് ഇത് കവർ ചെയ്ത് എൻ്റെ ഡ്രസ്സിലേക്ക് മുട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു എക്സ്ട്രാ പേപ്പറും കൂടിയും വെച്ച് കൊടുത്തു. കാരണം നമ്മൾ ഈ ചെറിയ ഹോള് അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഭാഗം കത്തിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേപ്പർ കുറച്ചും കൂടി ലെങ്ത്തിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് അയൺ ചെയ്ത് നമ്മൾ എത്ര വരെ പിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൊളിത്തീൻ നമ്മൾ വെച്ച് കൊടുത്ത ആ പൊളിത്തീൻ കവർ കറക്റ്റായിട്ട് ഉരുക്കി മെൽറ്റായിട്ട് നമ്മുടെ ക്ലോത്തിൽ പിടിക്കുന്നത് വരെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്ലോത്തിലും പിടിക്കും, അതേപോലെ നമ്മൾ താഴെ വെച്ച് കൊടുത്ത കടലാസ് ഉണ്ടല്ലോ, പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറിലും ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ ആ പേപ്പർ നമുക്ക് പതുക്കെ നനച്ചിട്ട് ആ ഭാഗം മാത്രം ഒട്ടിയ ഭാഗം, ബാക്കിയുള്ള ഭാഗം കീറിക്കളയാം, അത് ഒട്ടിയ ഭാഗം മാത്രം നമുക്കൊന്ന് നനച്ചൊന്ന് പിടിച്ചു കൊടുക്കാം. അപ്പോൾ ആ ചൂടോടെ തന്നെ നമ്മൾ വലിച്ചെടുക്കണ്ട, ചിലപ്പോൾ അപ്പോൾ അതുമൊന്ന് വിട്ടുപോരും. ഞാനിപ്പോൾ അങ്ങനെ വലിച്ചെടുത്തപ്പോൾ എനിക്ക് ഒരെണ്ണം അവിടെ ഒട്ടിയിരുന്നു, പക്ഷെ മറ്റേത് വിട്ടുപോന്നു. ഞാനിപ്പോൾ ഇത് പേപ്പറൊന്ന് നനച്ചിട്ട് ആ ഭാഗം ഒന്ന് വിടിയിച്ചെടുത്താണ്. അപ്പോൾ ഇത് ചീത്ത വശമാണ് കേട്ടോ. അപ്പോൾ ആ പേപ്പറിൻ്റെ ഒരു വൈറ്റ് കളറാണ് കാണുന്നത്, ചീത്ത വശത്താണ്, നമുക്കത് കുഴപ്പമൊന്നുമില്ല, അത് നല്ല വശത്ത് അത് കാണുമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇപ്പുറത്തെ പീസ് കണ്ടോ, ഇപ്പുറത്തെ പീസ് ചെയ്തപ്പോൾ എനിക്കത് സക്സസ് ആയില്ല. ഞാൻ ആ പേപ്പർ ഊരിയെടുത്തതിൻ്റെ ഒപ്പം അതും കൂടിയും അതിൻ്റെ കൂടെ പോകുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഫാബ്രിക് ഗ്ലൂ ഉണ്ടല്ലോ, അതെടുത്ത് പിന്നെ ഞാൻ വീണ്ടും ഈ പ്രോസസ്സ് ചെയ്യാൻ നോക്കിയില്ല. ഞാൻ വിചാരിച്ചൊരു സെക്കൻഡ് മെത്തേഡ്, ഒരു സെക്കൻഡ് ഐഡിയ നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുത്ത ഒരു പീസ് ഉണ്ടല്ലോ, ആ പീസിൽ ഇതേപോലെ ഫാബ്രിക് ഗ്ലൂ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ആ ഭാഗത്ത് അമർത്തി ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ആ ഒരു വൈറ്റ് കളർ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഗമ്മ് വൈറ്റ് കളറാകുന്നത്. അത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്കത് ഒട്ടും കാണില്ല. ഇപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ഇതായ ഭാഗം, ആ യെല്ലോ കളർ വന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാതെ ആ കറക്റ്റ് ഹോളുള്ളത് തന്നെ വെച്ചിട്ട് ചെയ്തത് കാരണം കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. പക്ഷെ ഞാൻ ആ ഹോളൊന്നും കൂടി വലുതാക്കി ആ യെല്ലോ കാസ്റ്റ് വന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് വെച്ചാന്നുണ്ടായിരുന്നെങ്കിൽ ഇതേപോലെ ഒട്ടും കാണില്ലായിരുന്നു. ഇതിപ്പോൾ ഞാൻ ആ ഭാഗം കട്ട് ചെയ്യാത്തത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിപ്പോയി. പിന്നെ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു പോയത് കാരണം പിന്നെ ഞാൻ അതിനെ വലുതാക്കാനും കട്ട് ചെയ്യാനൊന്നും നിന്നൊന്നുമില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്കിങ്ങനെ ഇരുന്നിട്ട് കളർ വീണ അവിടെ ഇങ്ങനെ ഓട്ട വീഴൂലേ ഡ്രസ്സിലൊക്കെ, അങ്ങനെ വന്നതാണത്. അപ്പോൾ നമ്മൾ ആ വന്ന കളറ് വന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ എത്ര ഹോളാണോ ആ ഹോളിനനുസരിച്ചിട്ടുള്ളൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ആ പേപ്പർ വന്ന ഭാഗമായതുകൊണ്ടാണ് ആ ഒരു വൈറ്റ് കളറാണ്. അത് ചീത്ത വശത്താണ്, ഒന്ന് അത് ചീത്ത വശത്താണ്, അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് മറിച്ചിട്ട് കഴിയുമ്പോൾ നല്ല വശത്ത് കാണില്ല. ഫാബ്രിക് ഗ്ലൂ വെച്ചപ്പോൾ ഞാൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ വേറൊരു പീസ് കഷ്ണവും കൂടി ഇതേപോലെ എടുത്തിട്ട് ഈ ചീത്ത വശത്തും കൂടി ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുത്തു. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും കൂടിയും ഇതിങ്ങനെ ഒട്ടിയിരിക്കുമ്പോൾ കുറച്ചും കൂടിയും ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നി. എന്നിട്ട് നമ്മൾ നന്നായി ഉണക്കിയിട്ട് ഒന്ന് അയൺ ചെയ്തും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഉണങ്ങിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു 24 hours കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ബാക്ക് സൈഡ് മറിച്ചിട്ടിട്ട് ഒരു മീതെ ഒരു പേപ്പറോ തുണിയോ എന്തെങ്കിലും വെച്ച് ഒന്നും കൂടി ഒന്ന് അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് നല്ലൊരു ഐഡിയ തന്നെയാണ് കേട്ടോ, നമുക്ക് ഈസിയാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മൾ കുറച്ചൊക്കെ വാഷ് 1-2 വാഷിലൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മൾ പിന്നെ വാഷ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചിലപ്പോൾ അത് അവിടുന്ന് ഇളകി പോരാനായിട്ട് ഒരു സാധ്യത എന്ന് വെച്ച് 1-2 വാഷിനൊന്നും അത് വിട്ടുപോരൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ ഈ റെഡിമെയ്ഡൊക്കെ വാങ്ങുമ്പോഴാണെങ്കിലും ഈ സ്റ്റോണൊക്കെ ഒട്ടിച്ച സ്റ്റോണൊക്കെ അങ്ങനെ വിട്ടുപോകാറില്ലേ, ഇളകിപ്പോകാറില്ലേ, അതേപോലെ ഒരു ചാൻസ് ഉണ്ടെന്നേ പറഞ്ഞു. നമ്മൾ ഈ പൊളിത്തീൻ കവർ അതല്ല ഈ ഫ്യൂസിങ് ടേപ്പ് എന്ന് പറഞ്ഞില്ലേ, അത് വെക്കണമെന്നുണ്ടെങ്കിൽ വെച്ചത് ഉരുകി സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ബാക്കിയുള്ള ഭാഗം ഡാമേജ് ആയാലും ഈ ഒരു ഭാഗം നമുക്ക് പിന്നെ ഡാമേജ് ആവില്ല. അത്രയ്ക്കും പെർഫെക്റ്റായിട്ട് അവിടെ സെറ്റായിട്ടിരിക്കും, ഒട്ടിയിട്ടിരിക്കും. കാരണം നമുക്കറിയാമല്ലോ പൊളിത്തീൻ കവറൊക്കെ ഉരുകി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വന്ന് വിട്ടു പോരില്ലല്ലോ. അപ്പോൾ നോക്കിയേ, ഇത് നമ്മൾ ഒരെണ്ണം പൊളിത്തീൻ കവർ വെച്ചിട്ട് ഒട്ടിച്ചതും മറ്റേത് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തതും. നമുക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ആ ഒരു മഞ്ഞ കളർ മാറ്റിയിരുന്നെന്നുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് ഒട്ടും തന്നെ മനസ്സിലാവില്ലായിരുന്നു എവിടെയാണ് ആ പീസ് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. അത്രയ്ക്കും നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു മഞ്ഞ കളർ അതെനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. അതായത് കുറച്ചും കൂടി വലുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഹോൾ വലുതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു മിസ്റ്റേക്ക് എനിക്ക് പോയതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ നമുക്ക് ചെറിയ ഹോളോ അല്ലെങ്കിൽ ചെറിയ ഡാമേജൊക്കെ വന്നിട്ട് നമ്മൾ ആർക്കും കൊടുക്കാതെയും ഉപയോഗിക്കാതെയൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഈ ഐഡിയാസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 3 മെത്തേഡ് ട്രൈ ചെയ്യാം കേട്ടോ. ഒന്ന് ഇതേപോലെ പൊളിത്തീൻ കവർ വെച്ച് കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഫെവിക്കോള് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂസിങ് ടേപ്പ് എന്ന് പറഞ്ഞില്ല, അത് പിന്നെ നമുക്ക് എല്ലാവരുടെ അടുത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കതൊന്ന് യൂസ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതിരുന്നൊരു മാറ്റിവെച്ച് ആർക്കും ഉപകാരത്തിനില്ലാത്തൊരു മുതൽ നമുക്കിതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ ആർക്കും നഷ്ടമില്ലല്ലോ. അപ്പോൾ അത് സക്സസ് ആയാലും നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കറക്റ്റ് ചെയ്ത ഭാഗം കാണിക്കാതെ കുറച്ച് നീക്കിയിട്ട് കാണിച്ചിട്ട് പറയാതെ കണ്ടോ നമുക്ക് ഒട്ടും മനസ്സിലാവണില്ല, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ഫേക്കായിട്ട് വേണമെങ്കിൽ കാണിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ആ ചെയ്ത പോർഷൻ തന്നെ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. കാരണം ഞാൻ ഫേക്കായിട്ടൊന്നും വ്യൂവേഴ്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കാത്തതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഈ രീതിയിലാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ ക്യാമറയിൽ കൂടി ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും ഫീൽ ചെയ്യണത്. നേരിട്ട് കാണുമ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു വലിയൊരു ഹോൾ ഉണ്ടായിരുന്നതോ അതൊന്നും പെട്ടെന്ന് ശ്രദ്ധയിൽ വരണില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമ്മൾ ഉപയോഗിക്കാതെ വെക്കുന്നൊരു ഐറ്റം അല്ലേ. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതുപോലെ ഈ ബാക്കിൽ നമ്മൾ പേപ്പർ നനച്ച് വിടിയിച്ചെടുക്കണം എന്നൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ആ ഭാഗം അങ്ങനെ വിടിയിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു പേപ്പറിൻ്റെ കഷ്ണമല്ലേ അവിടെ ഇരുന്നെന്ന് വെച്ചിട്ട് ഇപ്പുറത്തേക്ക് നമുക്കത് കാണാനോ വൃത്തികേടായിട്ട് നിൽക്കാനോ ഒന്നും വരുന്നില്ല.